എം രോഹിത്, കർഷകരുടെയും കായിക താരങ്ങളുടെയും ഒക്കെ ഐതിഹാസിക സമരങ്ങളിൽ നാം കണ്ട നറേഷനായിരുന്നു മോദി സർക്കാരിൻ്റെ അടക്കം. എങ്ങനെയാണ് അവരൊക്കെ രാജ്യദ്രോഹികൾ, അവരൊക്കെ ഫ്രഞ്ച് ഗ്രൂപ്പുകൾ, ഇങ്ങനെയുള്ള നറേഷൻ. കൂടെ ഈ ഇത്തരത്തിൽ സംഘപരിവാറുകാരുടെ വേഷം മാറിയ ദില്ലി പോലീസിനൊപ്പം നിന്ന് നടമാടുന്ന രീതി, അത് ഇവിടെയും ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെ ആ സമരമുഖത്ത് കാണുന്നത്. ജനാധിപത്യത്തിലെ കറുത്ത ദിനമായി അടയാളപ്പെടുത്താൻ പറ്റാവുന്ന സംഭവവികാസങ്ങളാണ് ഡൽഹിയിൽ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തികഞ്ഞ ഫാസിസ്റ്റാണെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് രാജ്യത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഇതുപോലെയുള്ളൊരു ആക്രമണം, പ്രത്യേകിച്ച് മർദ്ദനം ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡൽഹിയിൽ പോലീസ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള എംപിമാർ, മലയാളികളായ എംപിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ബസ്സിനകത്ത് വെച്ചുകൊണ്ട് മൃഗീയമായിട്ടുള്ള മർദ്ദനത്തിന് വിധേയമാകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ, ഖാർഗെ ഉൾപ്പെടെ, കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരായ ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സമാധാനപരമായിട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ, നിങ്ങളൊക്കെ ദൃശ്യമാധ്യമങ്ങൾ കണ്ടതാണ്, ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനം നടന്നിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത് ചർച്ച നടക്കണമെന്ന് പറയുന്ന ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഏറ്റവും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഒരു സമരം നടത്തുമ്പോൾ ആ സമരത്തെ നേരിട്ടത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഉയർത്തുന്ന വിഷയത്തിനോട് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? 30 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷ, ആ പരീക്ഷയുടെ വിശ്വാസ്യത പൂർണ്ണമായി ചോർത്തിക്കളഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി 22 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യപ്പെട്ടു. നിരവധിയായ വിദ്യാർത്ഥികൾ മാനസികപരമായിട്ടുള്ള പീഡനങ്ങൾക്ക്, അല്ലെങ്കിൽ അവർ ആ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇത്തരമൊരു വിഷയം ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത് ചർച്ച ചെയ്യപ്പെടണമെന്നും ഇതിന് കാരണക്കാരായ കുറ്റക്കാരായ ആളുകൾക്കെതിരെ നടപടിയെടുക്കണം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ, അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർ മുഴുവൻ ലോക്സഭാ സ്പീക്കറുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ചർച്ച ചെയ്തതാണ്. പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇന്ന് 12 മണിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താമെന്ന് ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പ് നൽകിയ സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ലോക്സഭയിൽ എത്താതെ, അല്ലെങ്കിൽ അതിന് ചർച്ചയ്ക്ക് സമയം കൊടുക്കാതെ മാറിപ്പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനം നമ്മൾ കണ്ടിട്ടില്ല. ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ കുഞ്ഞുങ്ങളെ, ഭാവിയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഏറ്റവും സുതാര്യമായി, ഏറ്റവും വിശ്വാസയോഗ്യമായി നടത്തേണ്ട ഒരു പരീക്ഷയുടെ മുഴുവൻ വിശ്വാസ്യതയും ചോർത്തിക്കളയുകയാണ് എല്ലാ ഏജൻസികളും. രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ, രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, അങ്ങനെ മുഴുവൻ സംവിധാനങ്ങളുടെയും വിശ്വാസ്യത ചോർത്തിക്കളയുന്ന ഭരണകൂടമായി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് മാറുമ്പോൾ അതിന് ചോദ്യം ചോദിക്കുന്ന ആളുകൾ ആക്രമിക്കുക, അവരെ അറസ്റ്റ് ചെയ്യുക. കേരളത്തിലെ മലയാളികളായ എംപിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ ഉൾപ്പെടെ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള എംപിമാർ ഹരിയാന ഉൾപ്പെടെയുള്ള ബോർഡറിലുള്ള ഏതോ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവർക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സർക്കാർ അനുവദിക്കുന്നില്ല, പോലീസ് അനുവദിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഇന്നലെ കണ്ടല്ലോ, ഡൽഹിയിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ, എത്ര മൃഗീയമായിട്ടാണ് പോലീസ് അവരെ നേരിട്ടത്. ജന്തർമന്ദിറിൽ വളരെ സമാധാനപരമായി സമരം നടത്തി. വെന്റിലേറ്റർ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ പ്രവേശിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുകയാണ്. പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുകയാണ്. ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു, യൂണിഫോം ഇല്ലാത്ത പോലീസുകാർ ആക്രമിക്കുകയാണ് വടിയുമായിട്ട്. നെയിം പ്ലേറ്റ് ഇല്ലാത്ത പോലീസുകാർ വിദ്യാർത്ഥികൾ ആക്രമിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. എത്ര സമരങ്ങൾ നടന്നിട്ടുണ്ട് ഡൽഹിയിൽ. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ എത്രമാത്രം സമരങ്ങൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള, യുവജന വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ഗവൺമെൻറ്റിനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരുമിച്ച് നിന്നുള്ള പോരാട്ടം, ഈ വിഷയത്തിനകത്ത് നീതിയുക്തമായ അന്വേഷണം നടക്കുന്നതുവരെ, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിനകത്ത് പ്രസ്താവന നടത്തുന്നതുവരെ, ഇടതുപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്ന് സമരം ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് ഈ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും.